ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടടുത്താണുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അമേരിക്കൻ അധികൃതരുമായി ഓൺലൈനിൽ ചർച്ചകൾ നടന്നുവരുന്നു. അതേസമയം കരാർ എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഡിസംബർ അവസാന വാരം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അമേരിക്കൻ വാണിജ്യ പ്രതിനിധി ജാമിസൺ ഗ്രീറും തമ്മിൽ ഓൺലൈനിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. അമേരിക്കയുമായി ഇന്ത്യ എപ്പോഴും ചർച്ചകൾക്ക് സന്നദ്ധമായിട്ടുണ്ട്. ഇപ്പോഴും തീരുമാനമാകാതെ കിടക്കുന്ന വിഷയങ്ങളിൽ ഓൺലൈൻ വഴി ചർച്ചകൾ നടക്കുന്നു. ഇതിലെ ധാരണയ്ക്ക് കൃത്യമായ സമയം പറയുവാൻ കഴിയില്ല. ഇരു രാജ്യങ്ങൾക്കും സമ്മതമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അന്തിമ കരാറെടുത്തെത്തി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങൾ കരാറിന്റെ പരിധിയിൽ നിന്ന് മാറ്റിവെച്ചു. ഇത് ചർച്ചകൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നു. രാഷ്ട്രീയമായും ആഭ്യന്തരമായും ഏറെ നിർണായകമായുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളാണ് നേരത്തെ ചർച്ചകളുടെ വേഗം കുറച്ചത്. അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള 50% തീരുവയ്ക്കിടയിലും അവിടേക്ക് കയറ്റുമതി നടക്കുന്നുണ്ട്. ഡിസംബറിൽ $689 കോടി കയറ്റുമതിയാണ് നടന്നത്. 2024 ഡിസംബറിൽ $701 കോടി ആയിരുന്നു. നവംബറിൽ $698 കോടി കയറ്റുമതി രേഖപ്പെടുത്തിയിരുന്നു. ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച കരാറാകും യൂറോപ്യൻ യൂണിയനുമായി വരുന്നതെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട 27 രാജ്യങ്ങളുമായുള്ള വാണിജ്യ ഇടപാടുകൾക്കാണ് കരാർ വഴിയൊരുക്കുക. മികച്ചതും പരസ്പരം നേട്ടമുണ്ടാക്കുന്നതുമാണ് നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ. ചരക്ക് സേവന മേഖലകളിൽ ഇരു വിഭാഗങ്ങൾക്കും തത്തുല്യമായി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഉഭയകക്ഷി വ്യാപാരം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കരുത്താകുന്നതാകും ഇടപാടെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ ഈ മാസം അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ സൂചന നൽകുന്നു. കരാറിൽ 24 ചാപ്റ്ററുകളിൽ 20 എണ്ണവും അന്തിമമായിട്ടുണ്ട്. ഏതാനും വിഷയങ്ങളിൽ മാത്രമാണിനി ധാരണയിലെത്താനുള്ളത്. ജനുവരിയിൽ തന്നെ കരാർ പൂർത്തിയാകുന്നതിനാണ് ഇരുഭാഗവും ശ്രമിക്കുന്നതെന്നും പറയുന്നു.